ഇതിന്റെ ചാർജ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പക്ഷെ എനിക്ക് കിട്ടിയ റൂമിന്റെ 2 വിൻഡോ അവർ കവർ ചെയ്തതായോ നശിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇനി ഈ റെസ്റ്റ് ഹൗസിൽ വന്ന് താമസിച്ചുകൊണ്ട് വിസിറ്റ് ചെയ്യാൻ കഴിയുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പാർക്കിലാണ് എന്ന് പറയുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ ഇതൊരു പാർക്കല്ല, എറണാകുളത്തുള്ള കേരള ഗവൺമെന്റിന്റെ PWD റെസ്റ്റ് ഹൗസ് ആണ്. നോർത്ത് പറവൂരാണ് കേട്ടോ എക്സാക്ട് ലൊക്കേഷൻ. എൻ്റെ എറണാകുളം സീരീസിലെ യാത്രകൾ മുഴുവൻ നടത്തിയ സമയത്ത് ഞാൻ താമസിച്ചതും നോർത്ത് പറവൂരുള്ള ഈ PWD റെസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ ഇവിടെയുള്ള റൂംസിന്റെ കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുമല്ലേ? ഇതാണ് നമ്മുടെ നോർത്ത് പറവൂരുള്ള PWD റെസ്റ്റ് ഹൗസിന്റെ എൻട്രൻസ്. ഒത്തിരി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് അതിനൊക്കെ ബേസ് ഒക്കെ ഉണ്ടാക്കി വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു എൻട്രൻസ് ആണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വളരെ വിശാലമായ പാർക്കിംഗ് ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. ഇത് പുതിയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. കാരണം PWD റെസ്റ്റ് ഹൗസിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഒരു പഴയ ബിൽഡിംഗിന്റെ ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെ ഒരു ബിൽഡിംഗും പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ വളരെ വലിയൊരു ബിൽഡിംഗും ഒരുപാട് റൂമുകളൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു PWD റെസ്റ്റ് ഹൗസ് ആണ് കണ്ടത്. ഇതാണ് നമ്മുടെ PWD റെസ്റ്റ് ഹൗസിന്റെ എൻട്രൻസ്. ഇവിടെ PWD റെസ്റ്റ് ഹൗസ് നോർത്ത് പറവൂർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല വന്നു കഴിഞ്ഞാൽ. എറണാകുളത്ത് നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു 24.2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ റെസ്റ്റ് ഹൗസിലേക്കുള്ളത്. ഏകദേശം ഒരു 49-50 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ ആണ്. അവിടെ വണ്ടി ഇറങ്ങിയിട്ടാണ് ഞാൻ വന്നത്. ഏകദേശം ഒരു 16.8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെസ്റ്റ് ഹൗസിലേക്കുള്ളത്. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല 3-4 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരത്തിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡ് സൗകര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാനും ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള യാത്രാ സൗകര്യത്തിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. ഇതായിരുന്നു കിട്ടിയ റൂം. റൂമിൽ ഒരു ഡബിൾ കോട്ട് ബെഡ് വിത്ത് 2 പില്ലോസ് ഉണ്ടായിരുന്നു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരുന്നു അവരത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ബാഗും ഡ്രസ്സസ് ഒക്കെ വെക്കാനുള്ള ഒരു കബോർഡ്, ഒരു വലിയ ടേബിൾ, ബെഡിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെഡ് സൈഡ് സ്റ്റാൻഡ്, 2 ചെയേഴ്സ്, ഇവയൊക്കെയായിരുന്നു റൂമിൽ ഉണ്ടായിരുന്ന മറ്റു ഫർണിച്ചേഴ്സ്. റൂമിൽ ഡോർ കൂടാതെ 4 വിൻഡോസ് ഉണ്ടായിരുന്നു. 4 വിൻഡോസിലും കർട്ടൻസ് വെച്ച് അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയ റൂമിന്റെ 2 വിൻഡോ അവർ കവർ ചെയ്തതായോ നശിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഓരോ തവണയും റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ റൂം ക്ലീനിങ് ഉള്ള സ്ഥിതിക്ക് അവരെന്തായാലും ഇത് ശ്രദ്ധിച്ചു കാണണം. പക്ഷെ അത് മാറ്റം വരുത്തുകയോ ഒന്നും ചെയ്യാതെ അങ്ങനെ കിടക്കുകയായിരുന്നു ഞാൻ ചെന്നപ്പോൾ. പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം ഏരിയ. ബാത്റൂം വളരെ വിശാലമായിരുന്നു, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ടോയ്ലറ്റ് സൗകര്യവും ഷവർ ബാത്തും വാഷ് ബേസിനും ഒക്കെ കൂടെ ഈ ഒരു ഏരിയയിലാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഒരു എക്സ്ട്രാ ബക്കറ്റും കൂടെ ബാത്റൂമിൽ ഉണ്ടായിരുന്നു. പിന്നെ റൂമിന്റെയും ബിൽഡിങ്ങിന്റെ ഒക്കെ ആംബിയൻസ് കണ്ടിട്ട് സോപ്പും പേസ്റ്റും ഒക്കെ അവർ തരുമെന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ അതൊക്കെ കൊണ്ടുപോയിരുന്നത് കൊണ്ട് എനിക്കത് ഉപകാരപ്പെട്ടു. ആ കർട്ടന്റെ കേസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് റൂം ഇഷ്ടമായി. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൂം ആയിരുന്നു. പക്ഷേ ഇതിന്റെ ചാർജ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വെറും 400 രൂപയാണ് ഈ ഡബിൾ റൂം നോൺ AC ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഈ ഡബിൾ റൂം നോൺ AC കൂടാതെ ഡബിൾ റൂം ACയും സ്യൂട്ട് റൂം ACയും ഇവിടെ അവൈലബിൾ ആണ്. ഡബിൾ റൂം ACക്ക് 750 രൂപ മാത്രമേ ഉള്ളൂ. സ്യൂട്ട് റൂം ACക്ക് ആണെങ്കിൽ 2000 രൂപയാവും ചാർജ്. ഇനി ഈ റെസ്റ്റ് ഹൗസിൽ വന്ന് താമസിച്ചുകൊണ്ട് വിസിറ്റ് ചെയ്യാൻ കഴിയുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. റെസ്റ്റ് ഹൗസിന്റെ മുന്നിൽ ഒരു മെയിൻ റോഡ് ഉണ്ട്. അവിടെ നിന്ന് ഇടതുവശത്തേക്കുള്ള റൂട്ടിലാണ് നമ്മൾ പോവേണ്ടത്. ഈ റൂട്ടിൽ കയറി കഴിഞ്ഞാൽ 9-10ഓളം ടൂറിസ്റ്റ് സ്പോട്ടുകൾ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് കാണാൻ കഴിയുന്ന ദൂരത്തിൽ ഇവിടെയുണ്ട്. അതിൽ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് സെന്റ് തോമസ് ചർച്ച് ആണ്. റെസ്റ്റ് ഹൗസിൽ നിന്ന് 4 മിനിറ്റ് ഡിസ്റ്റൻസ് മാത്രമേ ഇവിടേക്കുള്ളൂ. ചർച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പറവൂർ ജൂയിഷ് സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. ചർച്ചിന്റെ അടുത്ത് നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഇവിടേക്കുള്ളൂ. സിനഗോഗിന്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 10-12 മിനിറ്റ് സഞ്ചരിച്ചാൽ കോട്ടായി കോവിലകത്തേക്ക് എത്താം. ഏകദേശം ഒരു 4.4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു സിനഗോഗിൽ നിന്ന് കോവിലകത്തേക്കുള്ളത്. ഈ കോട്ടായി കോവിലകത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ചേന്നമംഗലം സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 260 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ കോവിലകത്ത് നിന്നും ഈ സിനഗോഗിലേക്കുള്ളൂ. ഒരു 1-2 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടേക്ക് എത്താം. സിനഗോഗിന്റെ വളരെ അടുത്താണ് നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള പാലിയം കോവിലകം. ഏകദേശം ഒരു 6 മിനിറ്റ് കൊണ്ട് സിനഗോഗിൽ നിന്ന് പാലിയം പാലസിലേക്ക് എത്തിച്ചേരാം. പാലിയം പാലസിൽ നിന്ന് ഒരു 17 മിനിറ്റ് ദൂരത്തിലാണ് നമ്മുടെ കോട്ടപ്പുറം മുസിരിസ് ഫോർട്ട് ഉള്ളത്. ഏതാണ്ട് ഒരു 8.4 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ പാലസിൽ നിന്നും ഈ മുസിരിസ് ഫോർട്ടിലേക്ക് എടുക്കുന്നുള്ളൂ. മുസിരിസ് ഫോർട്ടിന്റെ തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 7 മിനിറ്റ് സഞ്ചരിക്കേണ്ടി വരും. തിരുവഞ്ചികുളം മഹാദേവ ടെമ്പിൾ ഉണ്ട്. അതും കൂടെ നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ശിവക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഏതാണ്ട് ഒരു 650 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത്, ചേരമാൻ ജുമാ മസ്ജിദ്. ഏകദേശം 1-2 മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. ഈ ജുമാ മസ്ജിദിന്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു 4 മിനിറ്റ് സഞ്ചരിച്ചാൽ മതിയാകും. നമ്മുടെ കൊടുങ്ങല്ലൂർ ഭഗവതി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഈ റൂട്ടിൽ ഒരു 9ഓളം ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. റെസ്റ്റ് ഹൗസിന്റെ മുന്നിലത്തെ മെയിൻ റോഡിൽ നിന്ന് ഇടത്തേക്ക് കയറി ജസ്റ്റ് മുന്നോട്ടേക്ക് വരുമ്പോൾ തന്നെ ഇടതുവശത്ത് മറ്റൊരു റോഡുണ്ട്, TB റോഡ്. അത് കയറി മുന്നോട്ടേക്ക് പോകുമ്പോൾ മുന്നിലേക്ക് എത്തുന്നത്
എത്തുന്നത് ഫോർട്ട് റോഡിലാണ്. ഫോർട്ട് റോഡിൽ നിന്ന് വലത്തേക്ക് റിപ്പബ്ലിക് റോഡിലൂടെ കയറി നേരെ പോയാൽ നിങ്ങൾ എത്തുന്നത് ചെറായി ബീച്ചിലാണ്. ചെറായി ബീച്ചിൻ്റെ വലത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മുനമ്പം ബീച്ചാണ്. ഇടത് ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ കുഴിപ്പള്ളി ബീച്ചുണ്ട്. കുഴിപ്പള്ളി ബീച്ചിൻ്റെ അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ എത്തുന്നത് പുതുവൈപ്പ് ബീച്ചിലാണ്. പുതുവൈപ്പ് ബീച്ചിൻ്റെ കുറച്ച് അപ്പുറത്താണ് നമ്മുടെ കടമക്കുടി ലേക്ക് വ്യൂ പോയിന്റ് വരുന്നത്. അതായത് നോർത്ത് പറവൂർ PWD റെസ്റ്റ് ഹൗസിന്റെ സമീപത്ത് ഇത്രയും ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. ഈ റെസ്റ്റ് ഹൗസിൽ എന്തെങ്കിലും താമസിക്കാനുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ ഈ സ്പോട്ടുകളൊക്കെ കാണാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ.